ദ ഐഡിയ ഓഫ് യു. ഇതിന് സിനോപ്സിസ് IMDb വായിച്ചപ്പോൾ തന്നെ 40 വയസ്സുള്ള ഒരു സിംഗിൾ മോം, ഒരു 24 വയസ്സുള്ള ഒരു പയ്യനായിട്ടുള്ള റൊമാൻസ്. അപ്പം തന്നെ ഞാൻ വിചാരിച്ചു ഇതിനു മുമ്പ് ഇറങ്ങിയിട്ടുള്ള സ്ഥിരം അഫെയർ സിനിമ കമ്പിക്കഥയായിരിക്കും ഞാൻ ആദ്യം വിചാരിച്ച്. എന്നാലും ആനി ഹാത്വേ ആയതുകൊണ്ടൊന്ന് കണ്ടു നോക്കാമെന്ന് വെച്ചിട്ട് കണ്ടു കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഈ രക്ഷയില്ലായിരുന്നു. സാധാരണ ഞാൻ സിനിമ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ റീവാച്ച് ചെയ്യാൻ കുറേ സമയം എടുക്കും. ഒന്ന് സമയം തന്നിട്ടാണ്, രണ്ടാമത് കുറേ സിനിമകൾ വേറെ കാണാനുണ്ടാവും ലിസ്റ്റിൽ. പക്ഷെ എന്നിട്ടും ഞാൻ ഈ സിനിമ കണ്ടു കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും ഇന്ന് കണ്ടു. അത് ഈ സിനിമയുടെ എന്തെങ്കിലും മാജിക് ആണോ അതോ ഇനി ആനി ഹാത്വേ എന്ന മാജിക് ആണോ എന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. അത്രയ്ക്ക് എനിക്ക് ഇഷ്ടമായി പോയി സിനിമ. പിന്നെ സ്റ്റോറി വരുന്നത്, ആനി ഹാത്വേ ഒരു സിംഗിൾ മാമാണ്, ഒരു മോളും ഉണ്ട്. അപ്പോൾ മോൾക്ക് ആഗസ്റ്റ് മൂൺ എന്ന് പറഞ്ഞ ഒരു ബാൻഡ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതിൻ്റെ ഒരു കൺസേർട്ടിന് പോവുകയാണ് അവർ. അപ്പോൾ അവിടെ വെച്ചിട്ട് അതിൻ്റെ ലീഡ് സിംഗറുമായിട്ട് ആനി ഹാത്വേ പരിചയപ്പെടുകയാണ്. തുടർന്ന് ആ പരിചയപ്പെടൽ പിന്നെ സ്നേഹമൊക്കെ ആവുകയാണ്. അവർ വേറെ ലെവലിലേക്ക് പോവുകയാണ്. പിന്നെ ഈ സെലിബ്രിറ്റികളൊക്കെ ആകുമ്പോൾ അറിയാലോ, പാപ്പരാസികൾ വന്നിട്ട് ഇതൊക്കെ ആകെ അലമ്പാക്കി അങ്ങനെ കുറേ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതും അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെയാണ് ഇതിൻ്റെ ഒരു സിനിമയുടെ കഥ വരുന്നത്. ആനി ഹാത്വേ രക്ഷയിലായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ നേരത്തെ എനിക്ക് വീണ്ടും കാണാൻ പ്രേരിപ്പിച്ച ചിലപ്പം ആനി ഹാത്വേ തന്നെ ആയിരിക്കാം, അറിയത്തില്ല. അത് ഒന്നും പറയാനില്ല, വേറെ ലെവലായിരുന്നു. പിന്നെ ചെക്കൻ, ഞാൻ ആദ്യം വിചാരിച്ച ചെക്കൻ ഒരു പാളും ഒരു വലിയ മെച്ചം ഉണ്ടാവുമെന്നാണ് വിചാരിച്ചത്. പക്ഷെ അവനും നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അവർ തമ്മിലുള്ള സീൻസൊക്കെ ഭയങ്കര രസമായിരുന്നു കണ്ടിരിക്കാൻ വേണ്ടി. ഇതിൻ്റെ എൻഡിങ് ആണെങ്കിൽ തന്നെ ഞാനത് ഷോക്കാക്കുമെന്ന് വിചാരിച്ചിട്ടൊക്കെ ഒരു നല്ല രീതിയിലുള്ളൊരു ഹാപ്പി എൻഡിങ് ഒക്കെ ആക്കി കാണിച്ചിട്ട് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും ഞാൻ റെക്കമെൻഡ് ചെയ്യും ഭയങ്കരമായിട്ടും. എല്ലാവരും കണ്ടു നോക്കണം. താങ്ക് യു.